ഹലോ. ഇന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനും ചർച്ച ചെയ്യുന്നത്. അവര് എന്തോ സൈക്കോളജിനെയൊക്കെ കുറിച്ച് അതിൽ ഭയങ്കര ഘോരഘോരം സംസാരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി ഒന്നും നമുക്കറിയണ്ട. സ്വാഭാവികമാണ്. നമ്മളൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് നമ്മുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിച്ചു, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മൾ ആ ശരീരഭാഗം വേറൊരാൾ സ്പർശിക്കുന്ന നമുക്ക് അൺകംഫർട്ടായിട്ട് തോന്നുന്ന ആ ഒരു ടച്ചിൽ നിന്നും നമ്മൾ നമ്മുടെ ശരീരഭാഗം എസ്കേപ്പ് ആക്കും. അവിടെ നിന്നും നമ്മൾ മാറും. എന്നെ ഭയങ്കരമായി അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കുട്ടി പറയുന്നത് വളരെ ഭയങ്കര എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇതൊന്ന് കേൾക്കേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാളത് കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വീഡിയോ നോക്കിക്കേ. അതില് പുള്ളിക്കാരൻ അയാളുടെ സൈഡിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബസ്സിൽ അത്ര ഭയങ്കര തിരക്കുള്ളതായിട്ട് തോന്നുന്നില്ല. സൈഡിൽ ഒരു സ്ത്രീ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ ആ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബസ് ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ അനങ്ങാണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ബസ് വളയുകയും തിരിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ റോഡ് അറിയാമല്ലോ. കുണ്ടും കുഴിയും ഒക്കെ ധാരാളമുള്ള ആ റോട്ടിൽ കൂടി ബസ് പോകുമ്പോൾ ശാരീരിക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പുള്ളിക്കാരി ഇപ്പുറം നിന്നിട്ട് നോക്കുമ്പോൾ ആ പുള്ളിക്കാരി അൺകംഫർട്ടാണ് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി അത്രേ. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്താണോ താൻ കാണിക്കുന്നത്? തനിക്ക് അങ്ങോട്ട് മാറി നിന്നൂടെ? അവിടെ കുറേ സ്ഥലമില്ലേ? എന്തിനാണ് താൻ എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കണമായിരുന്നു. അതിന് പകരം പുള്ളിക്കാരി എന്താണ് ചെയ്തത്? ശരിക്കും ആ ഒരു പുള്ളിക്കാരൻ വളരെ നീറ്റായിട്ട് അവിടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ആശാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് അങ്ങോട്ട് ഓണാക്കി വെച്ചു. നമുക്കതിൽ കാണാം ആ പുള്ളിക്കാരൻ ആ ഫോണൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി അഥവാ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ പെട്ടെന്നൊരു ആള് ഫോൺ ഓണാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവരെന്തോ വ്ളോഗ് പിടിക്കുകയാണ് എന്നേ ചിന്തിക്കുള്ളൂ. അപ്പം എന്തായാലും പുള്ളിക്കാരി ഫോൺ ഓണാക്കി വെച്ചത് അയാൾ കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് അത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ബാക്കി ഞാൻ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായി. ഇവിടെയാണ് എനിക്ക് ശരിക്കും ഇവരുടെ സൈക്കോളജി എന്താണ് എന്ന് മനസ്സിലാക്കാത്തത്. അതായത് പുള്ളിക്കാരി ക്യാമറ ഓണാക്കി വെക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതായത് ആ പുള്ളിക്കാരൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് അല്ലെങ്കിൽ സ്ത്രീയോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളോട് തട്ടിക്കയറുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ഇവർ ക്യാമറ ഓണാക്കി അയാളുടെ നേർക്ക് ഇങ്ങനെ വെച്ചു.
അത്തരത്തിൽ ക്യാമറ ഓണാക്കി വെച്ച ഇവര് ശരിക്കും ഈ പുള്ളിക്കാരൻ്റെ കൺസേൺ ഇല്ലാതെയാണ് ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്, മറ്റൊരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ ഇദ്ദേഹത്തിൻ്റെ നേർക്കിന് ഇവരങ്ങോട്ട് പോയി നിന്നു കൊടുത്തു. ഈ ഒരു സൈക്കോളജിയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്ത്രീകളാണ്, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ഒരു കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാൾ മോശമായി പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഒഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനേ നോക്കുകയുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കിയപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു മോശം കാര്യം ചെയ്യുന്നത് ഈ ക്യാമറയിൽ പകർത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. സ്വാഭാവികം ഈ ക്യാമറയിൽ ആ പുള്ളിക്കാരനെ തെറ്റുകാരനാക്കിക്കൊണ്ട് ഒരു വീഡിയോ വേണം. എന്തിന്? ഇപ്പൊ ട്രെൻഡായിട്ടുള്ള ബസ്സിലെ പിടുത്തം ഒരു ട്രെൻഡായിട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഒരു വീഡിയോ വേണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി നിന്ന പുള്ളിക്കാരി ആ പുള്ളിക്കാരൻ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ അടുത്തേക്ക് ചെന്ന് ഇതാ പിടിച്ചോ എന്നാ തട്ടിക്കോ എന്ന് പറഞ്ഞും കൊണ്ട് ചെന്നങ്ങോട്ട് നിന്നു കൊടുത്തു. ആ പുള്ളിക്കാരൻ്റെ കൈ എങ്ങാണ്ട് തട്ടിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം തട്ടിയതാണോ അല്ലയോ എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയാവൂ. എന്തായാലും ഒരാളിങ്ങനെ തട്ടുമ്പോൾ, തട്ടാൻ വേണ്ടി കൊണ്ടുവയ്ക്കുമ്പോൾ അയാൾ തട്ടി. രണ്ടും തെറ്റാണ്, അത് പറയാൻ പറ്റൂല. ഇതില് വലിയ തെറ്റെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളത്. ഈ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ആണോ പോസ്റ്റാണോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും ആദ്യത്തേത് ഇവർ ഡിലീറ്റ് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടവരൊക്കെയും ഇതിലൊരു തെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എന്തോ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഈ മാഡം ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരി, അതാണ് പുള്ളിക്കാരി ചോദിച്ച ചോദ്യം. കൺസേൺ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത്? തിരക്കുള്ള ഒരു ക്രൗഡ് ഏരിയയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാർ എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല, കാരണം എന്താ, എനിക്ക് കൺസേൺ ഇല്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടത്തെ സൈക്കോളജി ആണ് എന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്തത്, ഈ പുള്ളിക്കാരൻ അറിയാതെയാണ്, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ കൺസേൺ ഇല്ലാതെയാണ് ഈ പെൺകുട്ടി വീഡിയോ പിടിച്ചിരിക്കുന്നത്. അത് തെറ്റല്ലേ മോളെ? അത് തെറ്റല്ലേ? അപ്പോൾ മോൾ സൈക്കോളജി മാത്രം പഠിച്ചത് കൊണ്ടുള്ള വിഷയമാണ് ഇത്. ഹ്യൂമാനിറ്റീസും കൂടി പഠിക്കണമായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും കൂടി മോൾ പഠിക്കണമായിരുന്നു. ഇനി ബാക്കി. അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താന്ന് വെച്ചാലേ അതായത് പുള്ളിക്കാരി പറയുന്നത് ആ പുള്ളിക്കാരന് എന്തോ വികാരങ്ങളെ അടക്കി പിടിക്കാനുള്ള ആ ഒരു കഴിവ് അയാൾക്കില്ല എന്ന്. അതെങ്ങനെ മോൾക്ക് മനസ്സിലായി? അതെങ്ങനെയാണ് മോൾക്ക് മനസ്സിലായത്? ഈ ലോകത്ത് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നിടത്ത് എല്ലാ മനുഷ്യരുടെയും വികാരങ്ങളിലെ അളവ് കോല് വെച്ച് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് എല്ലാ മനുഷ്യരെയും നന്നാക്കാൻ വേണ്ടിയിട്ടും സാധിക്കില്ല. മറ്റൊരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വികാരങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ മോള് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് ഈ തുപ്പി വെച്ചേക്കുന്നത്. അതായത് അയാൾക്ക്
അയാളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയ അയാളുടെ കൈവാക്കിന് കൊണ്ടുവന്ന് പ്രൈവറ്റ് പാർട്സ് കൊണ്ടുവന്ന് കുത്തി നിരക്കെ നിനക്കാരാണ് മോളെ അധികാരം തന്നത്? നിനക്കാരാണ് അധികാരം തന്നത്? ഒരു ജാതി. ഇനി ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇതാണ് മോള് പറയുന്നത്. അതായത് വീഡിയോ എടുത്താലും വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പൊതു സമൂഹത്തിൽ പൊതു ഇടത്ത് വെച്ച് ഞാൻ എൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നടത്തും എന്ന് അയാൾ വാശിയിൽ അവിടെ കിടന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒന്നുകിൽ അവിടെ ആ ബസ് നിർത്തുകയോ അതിൻ്റെ കണ്ടക്ടറിനെ അറിയിക്കുകയോ ചെയ്യണമായിരുന്നു. ഇയാൾ എന്നോട് മോശമായി പെരുമാറുന്നു, നിങ്ങൾ ബസ് എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. നിയമത്തിന്റെ വഴിയാണ് ആദ്യം തേടേണ്ടിയിരുന്നത്. അതിന് പകരം അയാളുടെ കൺസേൺ ഇല്ലാതെ അയാളുടെ വീഡിയോ പകർത്തുക മാത്രമല്ല ചെയ്തത്, ക്രിമിനൽ ഒഫൻസ് ആണ്. അയാളുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, അയാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അയാളുടെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ട് അയാളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കാക്കിയിരിക്കുകയാണ്. അതിന്റെ ഫലമായി ബാക്കിയും കൂടി കേട്ടിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. കറക്റ്റഡ് ബിഹേവിയർ, അതായത് അയാൾ ബിഹേവ് ചെയ്യുന്ന കാര്യം കറക്റ്റ് അല്ല, അൺകറക്റ്റഡ് ആണ്. മോള് ചെയ്ത കാര്യം കറക്റ്റാണോ? സത്യത്തിൽ ഒരു പൊതു ഇടത്ത് വെച്ച് മറ്റൊരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീയോട് നിങ്ങൾക്ക് എന്തെങ്കിലും അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഇയാൾ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ആ സ്ത്രീയോട് ആദ്യം സംസാരിക്കണമായിരുന്നു. ഇനി അതല്ല, ആ സ്ത്രീയെ വിട്ട് നിങ്ങളോടാണ് ഇത്തരത്തിൽ അയാൾ പെരുമാറിയത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പൊതു സ്ഥലത്ത് വെച്ച് അത്രയും ആളുകൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വീഡിയോ എടുത്തു. ഈ വീഡിയോകളിൽ ഒന്നും തന്നെ നിങ്ങൾ അയാളോട് തട്ടിക്കേറുന്ന ഭാഗം ഇല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോകൾക്കൊക്കെ ശേഷം ഇങ്ങനെ എവിടെയൊക്കെയോ ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരി ഈ ആളിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇയാൾ ഇറങ്ങി ഓടി. ഇത്രയും മിനിറ്റുകൾ ആ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്ന ഇവര് അയാളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അയാളോട് തട്ടിക്കേറുന്നത് നമ്മൾ കാണുന്നില്ല. എന്നിട്ടും ഇവർ പറയുകയാണ് ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി. ഇത്രയും വീഡിയോ പബ്ലിക്കാക്കിയ ഇവർക്ക് ഇവർ സംസാരിച്ച ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് കാണുന്നുമില്ല. അപ്പോൾ തന്നെ അവിടെ നമുക്ക് എത്രത്തോളം നമുക്ക് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ ആണ് ഇവർ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡംപ് ചെയ്തതിന് ശേഷം ഇവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സൊസൈറ്റിക്ക് വിട്ടു തരുന്നു. സൊസൈറ്റി ആണോ തീരുമാനിക്കുന്നത് ഒരാളിനെ എന്ത് ചെയ്യണം എന്നുള്ളത്? സൊസൈറ്റി ആണോ തീരുമാനിക്കേണ്ടത്? ശരിക്കും ഇത് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് വീഡിയോ പബ്ലിക് ചെയ്യുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ആ വീഡിയോ ഒരു തെളിവായി നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ വേട്ടക്കാർ എന്ന് പറയുന്നത് മുമ്പാണ് ആണുങ്ങൾ വേട്ടക്കാരായി മാറുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു നിയമത്തെ വളരെ മിസ്യൂസ് ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മനുഷ്യനെ, ഈ പെൺകുട്ടി ആദ്യമായി കാണുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തോട് ഈ പെൺകുട്ടിക്ക് എന്ത് വൈരാഗ്യമാണ് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് പലരുമായി നമുക്ക് പല കോൺട്രവേഴ്സികളും ഉണ്ടാകും. ആ കോൺട്രവേഴ്സികളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, ഒരാളെ
അപമാനിക്കുക എന്നുള്ളത് തെളിവുകളില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പൊതുമീഡിയയിൽ നമുക്ക് ഒട്ടും തന്നെ ഒരു തെളിവില്ലാതെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്തായാലും ഭയങ്കര വിഷമകരമായ വാർത്ത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഡിവോഴ്സാണ്, അദ്ദേഹം ഭാര്യയുമായി വേർപെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഒരു മകനുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ പബ്ലിക്കായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം മാനക്കേട് ഇദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നാണ് അറിയുന്നത്. എന്തായാലും സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തതിലൂടെ, ഒരു പക്ഷേ ഇത് നിയമത്തിൻ്റെ വഴിയെയാണ് പോയിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അയാളോട് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങളോട് മോശമായി പെരുമാറിയപ്പോൾ അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് താൻ എന്താടോ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഒരു പക്ഷെ നീ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ മൂവ്മെന്റ് കറക്റ്റ് ആയേനെ, അയാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നേനെ. നാളെ മറ്റൊരു പെൺകുട്ടിയോട് ഇത് കാണിക്കുമ്പോൾ അവരും ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ചെയ്യുമോ എന്ന ഒരു ഭയം അയാളുടെ ഉള്ളിലേക്ക് ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലരുടെ മേലും നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലായാൽ നല്ലത്. ഇനി ഓൺ ദി സ്പോട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അതേ കണക്ക് ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാളുടെ ഫോട്ടോ പബ്ലിക് ആക്കിയതിന് ശേഷം പറയുകയാണ്, ഇയാളെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഈ മനുഷ്യനെ ഇവരുടെ കൈവാക്കിന് കിട്ടിയ സമയത്ത് കോളറിന് കുത്തിപ്പിടിച്ച് താൻ എന്താടോ കാണിച്ചത് എന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കാത്ത മഹതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇയാളെ അറിയാവുന്നവർ കോണ്ടാക്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ നിയമങ്ങൾ നമുക്ക് അനുകൂലമായി ഉണ്ടാകുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. നാളെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ പോലും ഇത് സംസാരിക്കാൻ ഒരു സൊസൈറ്റി പോലും തയ്യാറാകില്ല എന്നുള്ളതാണ്. എന്തായാലും പുള്ളിക്കാരനെ നന്നാക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്ത ഈ ഒരു നന്മ പ്രവൃത്തി ആ പുള്ളിക്കാരൻ വളരെയധികം നന്നായി എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ കൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നത്. ബെസ്റ്റ് വിഷസ്. അതോടുകൂടി മോള് നല്ല പ്രശസ്തിയിലായി. എനിക്ക് തോന്നുന്നു മോള് പ്രശസ്തിയിലാകാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. എന്തായാലും നല്ല പ്രശസ്തി